എന്താ രാവിലത്തെ ഒരു പരിപാടി? രാവിലത്തെ പരിപാടി എന്താ വെച്ചാൽ ഇതൊരു യൂസ്ഫുൾ ടിപ്സ് ആട്ടോ. അതായത് ഇപ്പം എബ്രോഡ് നിൽക്കുന്ന ഇവിടുത്തെ ലേഡീസ്, നാട്ടിലുള്ള ലേഡീസിന്റെ ഒക്കെ ഡ്രസ്സ് ഇല്ലേ, അപ്പൊ ഒത്തിരി ഡ്രസ്സ് ഉണ്ടാവുമല്ലോ. അപ്പൊ ഇതെന്താ ഞാൻ എന്താ എളുപ്പപ്പണി ചെയ്യല് വെച്ചാൽ, നമ്മളിപ്പോ ഒത്തിരി കാലം ഗൾഫിലൊക്കെ അല്ലെങ്കിൽ വേറെ ഏത് രാജ്യത്ത് നിന്നാലും അതിപ്പം നാട്ടിൽ വരുമ്പോഴേക്കും ഡ്രസ്സ് എല്ലാം നാശാവും അല്ലെ. ഞാനൊരു തവണ ഇങ്ങനെ 3 മാസം വിസിറ്റ് പോയി വന്നിട്ടുള്ളൂ. അപ്പോഴേക്കും എന്നെ ഫുള്ളാകെ പൂത്തു പോയി ഡ്രസ്സ്. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമായിട്ടോ. അങ്ങനെ ഞാൻ കണ്ടുപിടിച്ചൊരു വിദ്യയാണ് കേട്ടോ ഇത്. എല്ലാവരും ഇത് പ്രയോഗിക്കണം. കാരണം എന്താ വെച്ചാല്, ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാല്, എല്ലാ ഡ്രസ്സുകളും പോകുന്നതിന്റെ മുന്നേ നല്ല രീതിയിൽ വെയിൽ കൊള്ളിച്ച് മടക്കി ഇങ്ങനെ ഓരോരോ കവറിലാക്കി വെക്കും. അത് ഓരോ സെറ്റായിരിക്കും. ഇത് കാണിക്കേട്ടാ, ഇതിപ്പോൾ ഈ കവറിൽ ഞാൻ ആക്കി വെച്ചത് കണ്ടോ, പോകുമ്പോൾ ഞാൻ ആക്കി വെച്ചതാണ്. ഇത് സെറ്റും മുണ്ട് കളക്ഷനാട്ടോ. എനിക്ക് ഈ കേരള സാരി സെറ്റും മുണ്ട് ഭയങ്കര വീക്ക്നെസ്സാണ്. അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് വൈറ്റ് അല്ലേ, പെട്ടെന്ന് നാശം. പക്ഷെ നോക്കിക്കേ, ഞാൻ 1.5 വർഷമായി നാട്ടിൽ നിന്ന് പോയിട്ട് ഒന്നും ആയിട്ടില്ല. നോക്കിക്കേ കണ്ടോ, ഒരു പോറൽ പോലും വന്നില്ല. ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ, നല്ല വെയിലത്തിട്ട് ഉണക്കും. വെയിലത്തിട്ട് വാഷ് ചെയ്തിട്ട് വെയിലത്തിട്ട് ഉണക്കിയിട്ട് മടക്കി വെക്കും. എന്നിട്ട് അതിൻ്റെ ആ ചൂടില്ലേ, നല്ല ചൂടായിരിക്കുമല്ലോ ചിലപ്പം, അത് ആറിയതിന് ശേഷം ഇതേപോലെ വലിയ പ്ലാസ്റ്റിക് കവർ ഉണ്ടോ, പ്ലാസ്റ്റിക് കവർ, ഇങ്ങനത്തെ വലിയ പ്ലാസ്റ്റിക് കവർ മേടിച്ചിട്ട് അതിലിട്ടിട്ട് ഇങ്ങനെ കെട്ടിയിട്ട് 2 കവറിലാക്കി കെട്ടിയിട്ട് ഷെൽഫിൽ വെക്കും. ഒന്നും സംഭവിക്കൂല. പിന്നെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇതെല്ലാം സെറ്റും മുണ്ടൊന്നും, അതുപോലെ സാരീസ് അതൊന്നും ഞാൻ അലക്കൂല, ജസ്റ്റ് വെയിൽ കൊള്ളിക്കും. അപ്പം തന്നെ ആ സ്മെല്ലൊന്നും പോയി കിട്ടും. അല്ലാതെ വീട്ടിലിടുന്ന ഡ്രസ്സ്, നമ്മൾ ഇവിടുന്ന് പുറത്ത് പോകുമ്പോൾ ഇടുന്ന സാധാരണ ചുരിദാർ, അങ്ങനത്തെ ഹാൻഡ് വാഷ് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ജസ്റ്റ് മെഷീനിൽ ഒരു ക്വിക്ക് വാഷ് കൊടുക്കും. പിന്നെ എന്നിട്ട് ഇതും നല്ലതുപോലെ പിന്നെ നമുക്ക് യൂസ് ചെയ്യാം, ഒരു പ്രശ്നമില്ല. ഇത് നോക്കിക്കേ, ഡ്രസ്സ് നോക്കിതാ, ഒന്നും ആയിട്ടില്ല കണ്ടോ, പൂപ്പിൽ വന്നിട്ടില്ല, ഒന്നുമില്ല. ചെറിയൊരു സ്മെല്ലുണ്ട്, വേണമെങ്കിൽ നമുക്കിത് ഇട്ട് പോവാം. പക്ഷെ സ്മെല്ലുള്ളതുകൊണ്ട് എനിക്കൊരു മടി. അതുകൊണ്ടാണ് ഞാനിത് ജസ്റ്റ് വെയിലത്ത് ഇട്ടാൽ തന്നെ സ്മെല്ല് പോവും. പക്ഷെ ഞാനിത് ജസ്റ്റ് ഒരു ക്വിക്ക് വാഷ് കൊടുക്കാമെന്ന് വിചാരിക്കുക. അതിന് വേണ്ടി ഞാൻ രാവിലെ തന്നെ ഡ്രസ്സെല്ലാം എടുക്കുക കേട്ടോ. ഇത് നോക്കിയാൽ നല്ല, ഇതൊക്കെ ഡ്രൈ ക്ലീൻ ചെയ്യുന്ന ഡ്രസ്സാണ്. പക്ഷെ ഒന്നും ആയിട്ടില്ല. ഞാൻ ഇത് വെയിൽ ഒളിച്ച് മടക്കി വെച്ചിട്ട് പോയത്, ഒന്നും ആയിട്ടില്ല. എനിക്ക് ഫസ്റ്റ് ടൈം ഞാൻ അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. ഇപ്പം ഞാൻ കെയർ ചെയ്യാതെ ഞാൻ പോയി ഇവിടുന്ന് നാട്ടിൽ നിന്ന്. അങ്ങനെയാണ് എനിക്കെല്ലാം ഒരുപാട് ഡ്രസ്സ് നാശമായിപ്പോയി. പിന്നെ ഞാൻ ഈ ഒരു ടിപ്പാട്ടോ ചെയ്യാറുള്ളത്. ഇതല്ലാതെ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ടിപ്പ് അറിയായിരുന്നെങ്കിൽ പറഞ്ഞു തരണേ. ഓക്കെ, എന്നിട്ട് റാപ്പ് ചെയ്ത് നല്ല രീതിയിൽ കെട്ടണം കേട്ടോ. ഇതിൽ ചെറിയ പ്രാണികളൊക്കെ കയറിയാൽ പിന്നെ അറിയാലോ, അവർ പെരുകും. അപ്പോൾ അതൊന്നും കയറാത്ത രീതിയിൽ നല്ല രീതിയിൽ കണ്ടോ, പോകുന്നതിൻ്റെ മുന്നേ ഷെൽഫിൽ ഇങ്ങനെ നല്ല എയർ ടൈറ്റ് ആയിട്ട് റാപ്പ്